ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ബെൽറ്റ് സ്റ്റാൻഡറായിട്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട് തന്നെ കണ്ടോ. ഇത് നമ്മൾ പ്ലൈവുഡിൻ്റെ പീസിനായിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലത്തെ രണ്ട് നീളത്തിലുള്ള രണ്ട് പ്ലൈവുഡിൻ്റെ പീസ് പെടുത്തുന്നുണ്ട്. അതിന് രണ്ടെണ്ണത്തിലും രണ്ട് ഹോൾ വെച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ഇട്ടെടുത്തുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു റൗണ്ടിലുള്ള ഒരു കമ്പിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു കമ്പി ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ആ കമ്പി ഇറക്കിയാൽ ഈ സാധനം സ്മൂത്തായിട്ട് കറങ്ങണം കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം എടുക്കുക. അതിനകത്ത് ആ കമ്പി അങ്ങനെ കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പ്ലൈവുഡിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെ കമ്പി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുത്തില്ലേ, അതെടുത്തിട്ട് ഈ രണ്ട് പ്ലൈവുഡിൻ്റെയും അടിയിലത്തെ ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ അതിൻ്റെ ആ കമ്പി പിടിച്ച് തിരിക്കുമ്പോൾ ആ നടുക്ക് സാധനം ഇങ്ങനെ കറങ്ങണം കേട്ടോ. അതിൻ്റെ ഇതിൻ്റെ മുകളിൽ മറ്റേ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയില്ലേ, അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒന്ന് വെച്ച് വെച്ച് തുറക്കുക. ആ ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ മുകളിൽ സാധനം ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങും. ഇത് കമ്പിയും പിടിച്ച് കറങ്ങുമ്പോൾ കറങ്ങും. അങ്ങനെയായിട്ട് നമുക്ക് വേണ്ടത്. അതുകഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ ഇതുപോലത്തെ ഒരു വലിയ മോട്ടർ എടുക്കുക. ആ മോട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു ചക്ക ഉണ്ടാവും. ഈ ചക്ക ഇങ്ങനെ എടുത്തിട്ട് ഈ മോട്ടറിൻ്റെ ഇതിനകത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തുറക്കുക. ഇതിപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഈ പുറത്തേക്ക് കിട്ടിയ കമ്പിയില്ലേ, ആ കമ്പിയിലേക്ക് നമ്മൾ ഈ ചക്ക ഇങ്ങനെ കയറ്റിയിട്ട് ഇതിൻ്റെ കീ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് തുറക്കാം. ഇത് കണ്ട, ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തീർക്കാം. ഇപ്പം നമ്മളത് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അതായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലൈവുഡ് എടുക്കുക, ഇങ്ങനത്തെ ഒരു പീസ്. ആ പീസിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമില്ലേ, ഈ മോട്ടറും ഈ സംഭവം ഇതെടുത്തിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ഇവിടേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തണ്ട് കേട്ടോ. അതുകഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സാൻഡ് പേപ്പർ എടുക്കുക. ആ സാൻഡ് പേപ്പർ നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. അതുകഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഈ സാൻഡ് പേപ്പർ ഇങ്ങനെ ഇറക്കിയിട്ട് മറ്റു ഭാഗം ഇങ്ങനെ മോൾഡ് പോലെ എടുക്കുക. അതുകഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വേണ്ട, ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. ആ സാൻഡ് പേപ്പർ ആ അറ്റത്ത് കണ്ട, ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തുണ്ട് കേട്ടോ. ഈ സാൻഡ് പേപ്പർ ഇങ്ങനെ കറങ്ങോട്ട് കണ്ട. ഈ മോട്ടറിൻ്റെ ഇത് കറങ്ങിയാലും ഇതിങ്ങനെ കറങ്ങും. അതുകൊണ്ട് വേറൊരു ചെറിയൊരു പ്ലൈവുഡിൻ്റെ പീസ് എടുക്കാം. ആ പീസിൽ നമ്മൾ നീളത്തിലുള്ള രണ്ട് പീസ് എടുത്തിട്ട് ഒരെണ്ണം എവിടെയായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടേക്കൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവത്തിന് ഒരു ഏകദേശം ഇത്രയുള്ളൂ കേട്ടോ. ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അഡാപ്റ്ററിൻ്റെ ഈ രണ്ട് വയർ നമ്മൾ നേരെ നമ്മുടെ മോട്ടറിലേക്ക് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് കണക്ട് ചെയ്തെടുത്തണ്ട് കേട്ടോ. എന്നിട്ട് മറ്റേ വയർ നേരെ പ്ലഗ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ട് കേട്ടോ. ഞാൻ ഓണൊക്കെ മടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ സാധനത്തിൻ്റെ ഈ ഭാഗം നമ്മൾ ഓരോ ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. ഞാൻ ഐസ്ക്രീം സ്റ്റിക്കായിട്ട് ആക്കണേ. ഇങ്ങനെ ചെരിച്ചിട്ട് നമ്മൾ ചെരിച്ച രീതിയിൽ ഇങ്ങനെ വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യാട്ടോ. ഞാൻ ഇവിടെ റൗണ്ടിലാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തായിട്ടാ റൗണ്ടിലാവും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പീസിൻ്റെ ഷീറ്റായിട്ടത് അതൊന്ന് ചെയ്ത് നോക്കാം. ഈ സൈഡൊക്കെ കൂർമ്പിച്ചായിട്ട് ഇരിക്കണേ, അതൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇത് വെച്ച് ഇങ്ങനെ ചെയ്തായിട്ടാ അങ്ങോട്ട് നീക്കിയാൽ സംഭവം ആ കൂർമ്മിച്ചിരിക്കണ ഭാഗമൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും.
എടാ ആ സൈഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ ഇത് വെച്ച്. വേണ്ട ഇങ്ങനെ. കഴിച്ചാൽ ഇങ്ങനെ 4 സൈഡിലും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി എത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം തമ്മിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.